എല്ലാവർക്കും ഗ്രോത്ത് പാത്ത് ലൈഫ് കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ വിനീത, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആൻഡ് ഹീലറാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ ബ്ലോക്സിനെ പറ്റിയാണ്. ഈ ഇമോഷണൽ ബ്ലോക്സ് കൊണ്ടുണ്ടായാൽ നമ്മുടെ ജീവിതം അത് ഏത് രീതിയിൽ ബാധിക്കും, അതിന് എന്താണ് സൊല്യൂഷൻ, അതിൻ്റെ സിംറ്റംസ് എന്താണ്, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇമോഷണൽ ബ്ലോക്സ് എന്നാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴോ നടന്ന ബാഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ മറക്കാതെ ഇപ്പോഴും നമ്മുടെ ലൈഫിൽ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ആ പണ്ട് നടന്നതോ അല്ലെങ്കിൽ കുറച്ച് മുന്നേ നടന്നതോ ആയ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലോട്ട് നമുക്കൊരിക്കലും എത്താൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു വൈബ്രേഷൻ, അതായത് ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. നമ്മുടെ ലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം നടക്കണമെങ്കിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസായ ലോ ഓഫ് വൈബ്രേഷൻ അറിയണം അല്ലേ. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്ന രണ്ട് വിധമാണ്, പോസിറ്റീവ്, നെഗറ്റീവ് അല്ലേ. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് വൈബ്രേഷൻ, അതായത് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുണ്ടായ നെഗറ്റീവ് വൈബ്രേഷനിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സെയിം പാറ്റേൺ തന്നെ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇമോഷണൽ ബ്ലോക്സിനെ മാറ്റിയാലേ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വേഗം നടക്കുള്ളൂ അല്ലേ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇമോഷണൽ ബ്ലോക്സ് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടുതൽ വരാനും നമ്മുടെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഇമോഷണൽ ബ്ലോക്സ് ഉണ്ടെന്നുള്ളതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം മതി നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ, ഭയം, ഒരു കാര്യത്തിന് അല്ലെ ഒരു ലക്ഷ്യം നമുക്കുണ്ട്, ആ ലക്ഷ്യത്തിലോട്ട് പോവാൻ നമുക്കൊരു ഭയം, അല്ലെങ്കിൽ നമുക്കെന്താണ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, നമ്മളെ കൊണ്ട് പറ്റില്ല. അതെന്തുകൊണ്ടാണ്, നമുക്ക് പഴയ അനുഭവങ്ങൾ കൊണ്ടാണ് ആ ഒരു ചിന്ത വരുന്നത്, അതൊരു ബ്ലോക്കാണ്. അപ്പം എന്താണ്, ഈ ചിന്തകൾ കാരണം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് അതിനെ ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ട സെൽഫ് അവെയർ ആയിരിക്കുക. അതായത് എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ നമുക്കൊരു ഗോളുണ്ട്, ഒരു ജോലി നേടണം. ആ ജോലിയിൽ എത്തിപ്പെടാൻ നമുക്ക് എന്താണ്, നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരും. എന്നെ കൊണ്ട് അത് പറ്റുമോ, എനിക്കത് ചെയ്യാൻ കഴിയുമോ, ഞാൻ പഠിച്ചാൽ പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റും, അങ്ങനെ കുറേ നെഗറ്റീവ് ബ്ലോക്സ് നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പം ആദ്യം തന്നെ നമുക്ക് സെൽഫ് അവെയർനെസ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുക, എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ്. ആ ഗോളിന് തടസ്സം നിൽക്കാൻ എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുമോ അല്ലേ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചാൽ എന്നെ കൊണ്ട് അത് നടക്കുമോ, എൻ്റെ ജീവിതത്തിൽ അത് നടക്കുമോ, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും. അതെല്ലാം ആ പേപ്പറിലോട്ട് എഴുതുക. അപ്പം ഇതെല്ലാം നെഗറ്റീവ് ഇമോഷൻസ് ആണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ആഗ്രഹത്തിനെതിരെ ചിന്തകളുണ്ടോ അതെല്ലാം ഒരു പേപ്പറിലോട്ട് മാറ്റുക. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ഒരു ഊർജ്ജം ഉണ്ടെന്ന്. അപ്പം നമ്മുടെ ഊർജ്ജം നെഗറ്റീവാണല്ലേ, നമ്മൾ ആ ചിന്തിക്കുന്ന ആ ഊർജ്ജത്തിനെ നമ്മൾ എന്ത് ചെയ്തു, ആ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനങ്ങ് കത്തിച്ചളയുക. അതൊരു 1 ടൈം 2 ടൈം 3 ടൈം എത്ര തവണ വേണോ ഈ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങൾ എന്ത് ചെയ്യുക, പേപ്പറിലോട്ട് എഴുതി കത്തിക്കുക. ജോലി തന്നെ ആവണം എന്നില്ല. ഇപ്പം നമുക്കൊരു വീട് വാങ്ങണം, എന്നെ കൊണ്ട് ആ വീട് വാങ്ങിക്കാൻ പറ്റുമോ, അതിനുള്ള സാമ്പത്തികം എനിക്ക് നേടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉണ്ടോ, അങ്ങനെ കുറേ നെഗറ്റീവ് ചിന്തകൾ വരും അല്ലേ. അപ്പം എന്ത് ചെയ്യുക, എന്താണെങ്കിലും എന്താഗ്രഹമാണ് നിങ്ങൾക്കുള്ളത്, ആ ആഗ്രഹത്തിനുള്ള നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം അറിയണം. കാര്യം പലരും അറിയുന്നില്ല.
ഈ ഒരു എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട് പല നെഗറ്റീവ് ചിന്തകൾ നമ്മൾ അലട്ടുന്ന കാര്യങ്ങൾ പലർക്കും അറിയില്ല. അപ്പോൾ എഴുതുമ്പോൾ എന്തായിരിക്കും, നമുക്ക് കൂടുതൽ അവെയർനെസ് ഉണ്ടാവും. ഞാൻ ഇതാണ് കൂടുതൽ ചിന്തിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിക്കുന്നതും പറയുന്നതും. അപ്പം അത് എഴുതുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു 2-3 ടൈംസ് എഴുതുമ്പോൾ തന്നെ ചെറിയ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാൽ ശരിയാവില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആ എഴുതിയ പേപ്പർ എന്ത് ചെയ്യുക, നിങ്ങൾ ബേൺ ചെയ്ത് കളയുക. ഇതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസം മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അത് മാത്രം ശ്രദ്ധിക്കുക, വേറെ ചിന്തകളൊന്നും വരാതെ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തകളൊന്നുമില്ല, നമ്മുടെ ബ്രത്ത് മാത്രം ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും, കാമാവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറയുക. ഏത് ഹോഓപ്പോനോപ്പോനോ ടെക്നിക്ക് അല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നെഗറ്റീവ് ഇമോഷൻസിനെ ക്ലിയർ ചെയ്യുന്ന ടെക്നിക്കാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഹോഓപ്പോനോപ്പോനോ ഉപയോഗിച്ചിട്ട് പറയുക, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഞാൻ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് വീട് വാങ്ങുക എന്നാണ്, അല്ലെങ്കിൽ ടീച്ചർ ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡോക്ടർ ആവുക, ഇന്ന ജോലിയാണ് വേണ്ടത് എന്നുള്ള ആഗ്രഹമാണുള്ളത്. അതിന് എതിരായി ഞാൻ ഈ നെഗറ്റീവ് ഒരുപാട് ചിന്തകൾ ചിന്തിക്കുന്നുണ്ട്, എന്നെപ്പറ്റി തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഐ എം സോ സോറി, പ്ലീസ് ഫോർഗീവ് മീ. നമ്മളോട് തന്നെയാണ് പറയുന്നത്. ആ ചിന്തകൾ ചിന്തിച്ചതിന്, ആ നെഗറ്റീവ് ചിന്തകൾ നമ്മളോട് തന്നെ ചിന്തിച്ചതിന് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളൊന്നും ഇനി എൻ്റെ ലൈഫിൽ വേണ്ട, താങ്ക് യു അല്ലേ, ഐ ലവ് യു. അങ്ങ് ആത്മാർത്ഥമായിട്ട് നമ്മളോട് തന്നെ പറയുക, അല്ലെങ്കിൽ എഴുതുക, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനെ വിഷ്വൽ ചെയ്യുക. അതായത് നിങ്ങൾ നടന്നതായിട്ട്, ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നടന്നതായിട്ട് അതിൻ്റെ എൻഡ് റിസൾട്ട് ആണ് നിങ്ങൾ ഫീൽ ചെയ്ത് ഹാപ്പി ആയിട്ട്, അതായത് അതിൻ്റെ മണം, അത് കാഴ്ചയിൽ എങ്ങനെയായിരിക്കും, അത് സ്പർശിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫീൽ ചെയ്യുക. അതാണ് വിഷ്വൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നെഗറ്റീവ് ഇമോഷണൽ ബ്ലോക്സിനെ ക്ലിയർ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള ടെക്നിക്സ്. താങ്ക് യു.